ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്തൊട്ടാകെ ശോഭയാത്ര ഉൾപ്പെടെയുള്ള വിവിധ ആഘോഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവവും തുടങ്ങിയിട്ടുണ്ട്. പൂജകളും ആഘോഷങ്ങളും ഘോഷയാത്രയും നാടൻ കലകളുമായി വിവിധ ആഘോഷങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ക്ഷേത്രത്തിൽ എത്തുന്നവർക്കെല്ലാം ദർശനം ലഭ്യമാക്കാൻ സാധ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് നിർമ്മാല്യ ദർശനത്തോടെ ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി ചടങ്ങുകൾ തുടങ്ങിയിരിക്കുകയാണ്. 200-ലധികം കല്യാണങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുക. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി VIP സ്പെഷ്യൽ ദർശനങ്ങൾക്ക് ഇന്ന് നിയന്ത്രണമുണ്ടാകും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും അഷ്ടമിരോഹിണിയുടെ ഭാഗമായി വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 10:30 സമൂഹ സദ്യ ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. 52 പള്ളിയോടകരകളിൽ നിന്നുള്ളവരും ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് എത്തിച്ചേരും. അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെ വിഭവങ്ങൾ ചേർത്താണ് സദ്യ ഒരുക്കുന്നത്. 501 പറ അരിയുടെ ചോറാണ് തയ്യാറാക്കുന്നത്. ക്ഷേത്രത്തിന്റെ വടക്കും പടിഞ്ഞാറും ഭാഗത്ത് പള്ളിയോടങ്ങൾക്കും തെക്ക് ഭാഗത്തുമാണ് ഭക്തജനങ്ങൾക്കും സദ്യ വിളമ്പുന്നത്. സദ്യയ്ക്ക് ആവശ്യമായ തൈര് ചേനപ്പാടിയിൽ നിന്നും പരമ്പരാഗത ശൈലിയിൽ ക്ഷേത്രത്തിൽ ഘോഷയാത്രയായി എത്തിച്ചിട്ടുണ്ട്. അതേസമയം തലസ്ഥാന നഗരിയിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾ കൃഷ്ണവേഷത്തിൽ നിറയുന്ന മഹാശോഭയാത്ര ഇന്ന് നടക്കും. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിവിധ വേഷങ്ങൾ പല പ്രായത്തിലുള്ള കുട്ടികൾ നിരന്ന് നീങ്ങുന്ന കൗതുക കാഴ്ചകളാണിത്. വൈകിട്ട് 4-ന് 8 കേന്ദ്രങ്ങളിൽ നിന്നാണ് ശോഭയാത്രകൾ തുടങ്ങുക. ഇതെല്ലാം പാളയത്ത് മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിക്കും. തുടർന്ന് മഹാശോഭയാത്രയായി സ്റ്റാച്യു, സെക്രട്ടേറിയറ്റ്, ഓവർബ്രിഡ്ജ് വഴി കിഴക്കേക്കോട്ടയിലെ പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിലെ പുത്തിരിക്കണ്ട മൈതാനത്ത് സമാപിക്കും. തുടർന്ന് അവിടെ മഹാ ആരതി സമ്മേളനം നടക്കും. കോർപ്പറേഷൻ ഓഫീസ്, മസ്കറ്റ് ഹോട്ടൽ ജംഗ്ഷൻ, നന്ദാവനം റോഡ്, റിസർവ് ബാങ്ക് ജംഗ്ഷൻ, ജൂബിലി ആശുപത്രി ജംഗ്ഷൻ, MLA ഹോസ്റ്റൽ, യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് മുന്നിലെ റോഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് ശോഭയാത്രകൾ തുടങ്ങുക. മഹാശോഭയാത്ര അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ഉദ്ഘാടനം ചെയ്യും.